വൈപ്പിൻ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി 4 ദിവസങ്ങളായി നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവം KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ S. ഷൈനമോൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നീതു വിനോദ്, അസീന അബ്ദുൾ സലാം, രമണി അജയൻ, KS നിബിൻ, രസികല, നായരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ NK ബിന്ദു, നായരമ്പലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KB ജോഷി, PTA പ്രസിഡന്റ് PK രാജീവ്, സ്കൂൾ മാനേജർ S. ജയഗോപാൽ, സ്കൂൾ പ്രിൻസിപ്പൽ P. മിനി, പ്രധാനാധ്യാപിക P. ശ്രീഭദ്ര, ഞാറക്കൽ SHO സുനിൽ തോമസ് എന്നിവർ സംസാരിച്ചു. 2 ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ എടവനപ്പാട് HIHS മുന്നിട്ട് നിൽക്കുന്നു. മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു കലോത്സവം നമുക്ക് നായരമ്പലം പഞ്ചായത്തിലെ VVH സ്കൂൾ 100 വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിൽ തന്നെ ഈ പ്രാവശ്യം ഈ കലോത്സവം കൊണ്ടാടാൻ വേണ്ടി നമുക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ കലോത്സവം ഇവിടെ കൊണ്ടാടുന്നത്. എനിക്ക് ശേഷം വളരെയധികം ആൾക്കാരെ ഇവിടെ പ്രസംഗിക്കാനും ഇനിയും പല വേദികളിലും കലോത്സവ പരിപാടികൾ ആരംഭിച്ചു, ഇവിടെയും ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പൊ ഇതിന് മാറ്റൊരുക്കുന്ന എല്ലാ കലാപ്രതിഭകൾക്കും നല്ല രീതിയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നായരമ്പലം പഞ്ചായത്തിന്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വൈപ്പിൻ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ ഇന്നത്തെ നമ്മുടെ ഈ വൈപ്പിൻ ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർ, വേദിയിലിരിക്കുന്ന മറ്റു പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അധ്യാപകർ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അധ്യാപകരെ, എനിക്കത്രയും സ്നേഹം നിറഞ്ഞവരെ, സുഹൃത്തുക്കളെ, കണ്ണിനും കാതിനും കരളിനും ഒക്കെ കുളിർമയേകുന്ന വൈപ്പിൻ ഉപജില്ലാ കലോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ കലോത്സവങ്ങളിലായിക്കോട്ടെ, സ്കൂളിൻ്റെ ഏതൊരു പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ ഈ വേദിയിലിരിക്കുന്ന ഓരോ വ്യക്തികളും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പോലെ 90 കിഡ്സുകളാണ്. അപ്പോൾ ഞങ്ങൾ കടന്നു വന്ന കാലഘട്ടത്തിലൂടെയല്ല ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും കടന്നു പോകുന്നത്. അന്നൊക്കെ തങ്ങളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി മറ്റു വേദികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കലോത്സവ വേദികളും സ്കൂൾ ആനിവേഴ്സറികളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഓരോ കുട്ടികളിലും അവർ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ കഴിവുകളെ ഉണർത്തിയെടുക്കുവാൻ, പരിപോഷിപ്പിക്കുവാൻ അവരുടെ വീട്ടുകാരും അധ്യാപകരും സമൂഹവും ഒക്കെ മറ്റു സംഘടനകളും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ കുട്ടികളും അവർക്ക് അവരുടെ കഴിവുകൾ അനുസരിച്ച് ഉയരങ്ങൾ എത്തിപ്പിടിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണുള്ളത്. ഇന്നത്തെ ഈ കലോത്സവത്തിലൂടെ ഓരോ വിദ്യാർത്ഥികളും ഏറ്റവും കഴിവുകൾ തെളിയിക്കുവാനും ഉയരങ്ങൾ കീഴടക്കുവാനും സാധിക്കുന്ന മിടുക്കരുമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർ, മറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമുക്കറിയാം നമ്മുടെ മക്കളുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു വേദിയാണ് ഈ കലോത്സവ വേദികൾ. ഇവിടെ നമ്മുടെ മക്കളുടെ കലാപ്രകടനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെക്കാനും വിജയത്തിളക്കത്തോടെ മടങ്ങുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങിന്റെ അധ്യക്ഷ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ, നമ്മുടെ ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിൽ ഒരു ആശംസയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നല്ല ഭംഗിയായി ഈ കലോത്സവം നടത്താനായിട്ട് മുന്നോട്ട് വന്ന നമ്മുടെ സംഘാടക സമിതിയെ ഈ അവസരത്തിൽ ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ കുട്ടികൾ നല്ല വിജയം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കട്ടെ. വൈപ്പിൻ ഉപജില്ലയിൽ ഏറ്റവും നല്ല കലോത്സവമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് പള്ളിപ്പുറം പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസയും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. കലോത്സവങ്ങൾ നിരവധി പ്രതിഭകളെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക്
നാളെ മുന്നിലേക്ക് ഉയർന്നു വരുന്നതിന്, അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിനൊക്കെ ഈ കലോത്സവങ്ങൾ വളരെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. നാളെ ചിലപ്പോൾ നമ്മളുടെ നാടറിയപ്പെടാൻ പോകുന്ന, ഇതിൽ പങ്കെടുക്കുന്ന പ്രതിഭകളുടെ പേരിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ നാട് തന്നെ അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ പ്രതിഭകൾക്കും ആദ്യമായി ആശംസകൾ നേരുകയാണ്. അതുപോലെ ഈ കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ അവർ, മറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമുക്കറിയാം നമ്മുടെ മക്കളുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു വേദിയാണ് ഈ കലോത്സവ വേദികൾ. ഇവിടെ നമ്മുടെ മക്കളുടെ കലാപ്രകടനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെക്കാനും വിജയത്തിളക്കത്തോടെ മടങ്ങുവാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീമതി തുളസി സോമൻ, ആദരണീയനായ MLA ശ്രീ KN ഉണ്ണികൃഷ്ണൻ, അധ്യക്ഷ വേദിയിലിരിക്കുന്ന വിവിധ പഞ്ചായത്തുകളുടെ അധ്യക്ഷന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൻ്റെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരുടെ സർഗവാസനകളെ മാറ്റുരയ്ക്കുന്നതിനും വേണ്ടിയുള്ള വേദികൾ തയ്യാറാക്കിക്കൊണ്ട് ഇതാ നമ്മളെല്ലാവരും ചേർന്ന് ഈ കലോത്സവത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൈപ്പിൻകരയുടെ വലിയ മഹോത്സവമാക്കി ഈ കലോത്സവത്തെ മാറ്റുന്നതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും മുഴുവൻ പേരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ കലോത്സവത്തിന് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടും എല്ലാ ആശംസകൾ അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അതുപോലെ തന്നെ ബിനു ടീച്ചർ, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്? അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ ഏറെ സന്തോഷത്തോടെ തന്നെ അവരെ എൻ്റെ കൂടെ നിർത്തുകയാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാര്, രൂപ ടീച്ചർ, അങ്ങനെ